ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ ഹാക്കർ ഫുഡി. അപ്പോൾ നമ്മളിന്നിവിടെ സിമ്പിളായിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് റൈസ് വയ്ക്കണത്. അതിനാദ്യം കുറച്ച് ഓലക്കൊടി വെച്ചു, പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അടുപ്പ് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമൊന്നും കത്തിയില്ല, ഫെയിലായി. പിന്നെ അടുപ്പ് കത്തി. പിന്നെ അപ്പോൾ നമ്മൾ കുറച്ച് വിറകൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ച നേരം കൊണ്ടാണ് നമ്മൾ റൈസ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത്. നമ്മളതിലേക്ക് ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അരിയിൽ വല്ല ചെളി എങ്ങനെ ഉണ്ട് വെച്ചാൽ ഒന്ന് വൃത്തി കിട്ടാനാണ്. കല്ലുപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ കഴുകണത്. കല്ലുപ്പ് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് പിന്നെ വെള്ളം ചൂടായി ഉണ്ടാവും, അത് ഇത്തിരി ഒഴിച്ചിട്ട് കഴുകാൻ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് ചൂടുവെള്ളം കൊണ്ട് കഴുകണത്. പിന്നെ 4-5 പ്രാവശ്യം സാധാ വെള്ളം കൊണ്ട് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കഴുകിയെടുക്കാൻ പോവുക. അപ്പോൾ വെള്ളം ചൂടായ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇത്തിരി വെള്ളം എടുത്തു. പിന്നെ ചൂടായ വെള്ളം കൊണ്ട് കഴുകി. പിന്നെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വീണ്ടും സാധാ വെള്ളം കൊണ്ട് 4-5 പ്രാവശ്യം കഴുകി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴുകിയെടുത്ത അരി നമ്മൾ തിളച്ചിരിക്കണ അടുപ്പത്തെ വെള്ളത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അരി എടുത്തിടണം. ആദ്യം ഇങ്ങനെ കയ്യിലുകൊണ്ട് തട്ടിയിടാം. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഇത്തിരി വെള്ളം എടുത്തിട്ട് ചുറ്റോട്ടുള്ള അരിയും കൂടി ഒന്ന് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അത്യാവശ്യം നേരം വെച്ചു, ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും. തിളപ്പിക്കാൻ അടുപ്പായ കാരണം ഇത്തിരി നേരം എടുക്കും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം തിളച്ചിട്ടുണ്ട്. വെന്തോന്നൊക്കെയാണ് വേണ്ടത്. വെന്തോന്ന് ഇത്തിരി ചോറ് കയ്യിലെടുത്തിട്ട് കൈ കൊണ്ട് പിടിച്ച് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെന്തോ ഇല്ലയെന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ വെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കലം മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വേവിച്ച് കലം മാറ്റി വെച്ചിട്ട് മറ്റേ അടുപ്പുമേ പുക വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് വേറെ കലത്തിൽ. ഇനി നമുക്ക് ഊറ്റേണ്ട പരിപാടിയാണുള്ളത്. അതിന് നമുക്കൊരു കൊട്ടക്കയിൽ വേണം. പിന്നെ കപ്പ ഏതെങ്കിലും 2 പാത്രങ്ങൾ മതി. കപ്പ ഒരു ചെറിയ പാത്രം, പിന്നെ ചോറിടാനുള്ളൊരു പാത്രമാണ് വേണ്ടത്. കപ്പ ഏതെങ്കിലും ചെറിയ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊട്ടക്കയിൽ കൊണ്ട് ചോറ് ഊറ്റുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇല്ലാത്തവരാച്ച് ഈ കപ്പിക്ക് വെച്ചിട്ട് എങ്ങടെയും പോകണമെങ്കിൽ പോകാം വേറെ പണികൾക്ക്. അല്ലെങ്കിൽ നേരെയുള്ളവരാച്ച് ഇങ്ങനെ കൊട്ടക്കയിൽ കൊണ്ട് 4 പ്രാവശ്യം ഇങ്ങനെ കുടഞ്ഞാൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഊറ്റി വേറെ പാത്രത്തിൽ ഇടാം. അപ്പം നമ്മുടെ ചോറ് റെഡി. ഇനി നമ്മൾ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് നമ്മളതിൻ്റെ ഒപ്പം സെറ്റായ ചോറപ്പോൾ വേറെ പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ വെച്ചുള്ള സോയാബീൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ ഒപ്പം തിന്നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ ഒപ്പം തിന്നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. സോയാബീൻ കറിയും ചോറും പിന്നെ ഇത്തിരി തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം.